ഹലോ ഗായ്സ്, വെൽക്കം ടു വ്ളോഗ്സ് ആർ കസിൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഹൈദരാബാദിലേക്ക് പോവാണ്. അപ്പോൾ ധ്യാൻ കൈ കൊണ്ടൊക്കെ കാണിക്കും നമ്മൾ ഫ്ലൈറ്റിൽ പോകാനൊക്കെ. അപ്പം ഇപ്പം ഞങ്ങൾ എയർപോർട്ട് എത്തി. അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയിട്ട് എന്തൊക്കെയോ മറ്റേ ഈ പാസും കാര്യങ്ങളൊക്കെ എടുക്കണം. പണ്ട് ഇവിടെ എന്തോ വേറെ ഏതൊരു ഇതായിരുന്നു, പക്ഷെ ഇപ്പോൾ നല്ലോണം മാറിയിട്ടുണ്ട്. ഞങ്ങൾ കുറേ നാളായി ഈ ഒരു ഇതിലേക്കൊക്കെ വന്നിട്ട്. അപ്പം അത്യാവശ്യം മാറ്റമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ ഈ സാധനമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇങ്ങനെ സ്റ്റിൽ വെയിറ്റിംഗ് ആണ് ഇനി എയർപോർട്ട് ഫ്ലൈറ്റ് എടുക്കാനായിട്ട്. അപ്പം കുറേ നേരമായിട്ട് ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ഫസ്റ്റ് ടൈമാണ് ഗൈസ് ഞാൻ പോകുന്നത്. അപ്പം അതിൻ്റേതായ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എൻ്റെ ഭാഗത്തുണ്ട്. സോ എനിക്ക് എന്തോ ഒരു പ്രത്യേക ഇതാണ്. സോ എന്തായാലും ഞാൻ വളരെ എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുകയാണ്. അവിടെ എത്തി ഇനി ഈ ഒരു 3 days ഞാൻ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നുള്ളത് അറിയില്ല. അപ്പം ഇപ്പോൾ എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ എടുത്തില്ല. ഞാൻ എടുത്തിട്ടുള്ള പൊങ്ങിയതിന് ശേഷമുള്ള ഒരു ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം അടിപൊളിയാണ് ഗൈസ്. താഴ്ന്ന് നോക്കുമ്പോൾ ഓരോ കുഞ്ഞിയ വീടുകൾ നല്ല ഒരു കുഞ്ഞൊരു കടുക്കുമണി പോലെയാണ് എനിക്ക് കാണുന്നത്. സോ നല്ല വ്യൂ ആണ്. കേരളയിലും നല്ല ഇതിൽ അടിപൊളിയായിരുന്നു. നല്ല സൂപ്പറായിട്ടുള്ള ഇതായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ക്ലൗഡ്സ്, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. എനിക്ക് അധികം വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല, വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഐ എം ഓൾ റൈറ്റ്. കാരണം എക്സൈറ്റ്മെൻറ്റും അത്ര ആഗ്രഹവും ഡ്രീമും ആയിട്ടുള്ള കാര്യം നടക്കുമ്പോൾ എനിക്ക് അത്ര വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനിപ്പോൾ അവിടെ ഇങ്ങനെ 1 മണിക്കൂറായിരുന്നു ട്രാവൽ ഉണ്ടായിരുന്നത്. അപ്പം ആ 1 മണിക്കൂർ ഞാൻ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. നല്ല സൂപ്പറായിരുന്നു കേട്ടോ. എന്താ പറയുക, നമ്മൾ കാശ്മീരൊക്കെ പോയൊരു ഫീലായിരുന്നു. മഞ്ഞ് പോലെയായിരുന്നു നമ്മുടെ ഈ ക്ലൗഡ്സ് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. കാരണം ഇത് നമ്മൾ ലൈഫിലത്തെ ഏറ്റവും ഒരു ബിഗ് ഇതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഒരു ഇതിൽ. പിന്നെ കുറേ ചെറിയ തട്ടിലും മുട്ടലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങോട്ട് സീറ്റ് മാറില്ല, സൈഡ് സീറ്റിലിരിക്കാൻ, അങ്ങനെയൊക്കെ കുറേ ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഇരുന്ന ഒരു ഭാഗമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഇതിൽ നിന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ എനിക്കൊക്കെ ഭയങ്കര എക്സൈറ്റാണ്, പിന്നെ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ധ്യാൻ അപ്പോഴേക്കും സൈഡ് സീറ്റിൽ ഇരുന്നു. പിന്നെ ഞാൻ അവന് കൊടുത്തു, സാരില്ല, കുറച്ച് നേരം ഇരുന്നില്ല, അപ്പോൾ കൊടുത്തു. ഇനി ഞാൻ ലാൻഡ് ചെയ്യാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ തിരിച്ചു പോകുന്നതും ഫ്ലൈറ്റിൽ തന്നെയാണ്. സോ